പ്രാർത്ഥനായോഗം ജനറൽ സെക്രട്ടറി ശ്രീ PV അപ്പാപ്പു, സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ജിജി പണിക്കർ, മർത്തമറിയം സെക്രട്ടറി ശ്രീമതി ഷേബ ജെയിംസ്, ശുശ്രൂഷക സംഘത്തെ പ്രതിനിധീകരിച്ച VS കറിയ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരി ശ്രീ മത്തായി സക്കരെ അച്ഛൻ, വേദിയിലിരിക്കുന്ന ആത്മീയ സംഘടനാ ഭാരവാഹികളെ, ഈ യാത്രയപ്പ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരുമേ, 3 വർഷത്തെ സേവനത്തിന് ശേഷം നമ്മുടെ പ്രിൻസ് അച്ഛൻ സ്ഥലം മാറി പോവുകയാണ്. അച്ഛന് ഉചിതമായ ഒരു യാത്രയപ്പ് നൽകുവാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ അച്ഛൻ നമ്മുടെ സമീപ ഇടവകയായ സെയിൻറ്റ് ഇഗ്നേഷ്യസ് കത്തീഡ്രൽ പള്ളിയിലേക്കാണ് സ്ഥലം മാറിപ്പോകുന്നത്. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, ഒരു വൈദികൻ ഒരു പൂർണ്ണ മനുഷ്യനായിരിക്കുകയും തൻ്റെ ശുശ്രൂഷകളുടെ വെല്ലുവിളികളെ പക്വതയോടെ നേരിടണമെന്നും. ഈ പറഞ്ഞ ഗുണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വൈദികനാണ് പ്രിൻസ് അച്ഛൻ. ഏത് വെല്ലുവിളികളെയും ഒരു ചെറുപുഞ്ചിരിയോടുകൂടി നേരിടുന്ന പ്രിൻസ് അച്ഛനെ നമുക്ക് കഴിഞ്ഞ 3 വർഷക്കാലം കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പള്ളിയിൽ ചെയ്ത എല്ലാ സേവനങ്ങൾക്കും ഞങ്ങൾ അച്ഛനോട് കടപ്പാടുള്ളവരായിരിക്കും. ഭദ്രാസന കൗൺസിൽ അംഗമെന്ന നിലയിലും നല്ലൊരു പ്രഭാഷകൻ എന്ന നിലയിലും അച്ഛന് നല്ല തിരക്കുകളുള്ള സമയമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളെല്ലാം. ആ സമയത്തും നമ്മുടെ ഇടവകയിലെ എല്ലാ കാര്യങ്ങളും ഒരു മുടക്കവും കൂടാതെ നടത്തിക്കൊണ്ടു പോകാൻ അച്ഛന് സാധിച്ചിട്ടുണ്ട്. അച്ഛന് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വന്നിരുന്ന സമയം പോലും കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തും കുർബാനയും മറ്റു കാര്യങ്ങളും മറ്റച്ഛന്മാരെ ഏൽപ്പിക്കുകയും അതിന് ഒരു മുടക്കവും കൂടാതെ നടത്തിക്കൊണ്ടു പോകാൻ അച്ഛന് സാധിച്ചിട്ടുണ്ട്. പുതിയ ഇടവകയിലേക്ക് നിയോഗിക്കപ്പെടുന്ന അച്ഛന് ബദേപ്പള്ളിയിലെ ഓരോരുത്തരുടെയും പേരിലുള്ള ആശംസകൾ അറിയിക്കുകയാണ്. ദൈവനിയോഗം അച്ഛനിലൂടെ ആ ഇടവയ്ക്ക് ഒരു മുതൽക്കൂട്ടായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മൾ ഇന്ന് യാത്രയപ്പ് നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛനെയാണ്. എൻ്റെ പേരിലും ഈ ഇടവകയുടെ ഓരോരുത്തരുടെയും പേരിലുള്ള സ്വാഗതം അച്ഛന് ഈ യാത്രയപ്പ് സമ്മേളനത്തിലേക്ക് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന നമ്മുടെ ഇടവാംഗം കൂടിയായ പ്രിയപ്പെട്ട സോയൽ ഷമാശിനെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിവിടെ ആശംസകൾ അറിയിക്കുന്ന പ്രാർത്ഥനായോഗം ജനറൽ സെക്രട്ടറി ശ്രീ PV അപ്പാപ്പുവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആശംസകൾ അറിയിക്കുന്ന സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ജിജി പണിക്കറിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മർത്തമറിയം സമാജത്തിന് വേണ്ടി ആശംസകൾ അറിയിക്കുന്ന ശ്രീമതി ഷേബ ജെയിംസിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശുശ്രൂഷക സംഘത്തെ പ്രതിനിധീകരിച്ച് ഇന്നിവിടെ ആശംസകൾ അറിയിക്കുന്ന ശ്രീ VS കറിയ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ, മലങ്കര അസോസിയേഷൻ പ്രതിനിധികൾ, ഭദ്രാസന പ്രതിനിധികൾ, മുൻ ട്രസ്റ്റിമാർ, പ്രധാന ശുശ്രൂഷകൻ, മറ്റു ശുശ്രൂഷകർ, മറ്റ് പ്രാർത്ഥനായോഗം സെക്രട്ടറിമാർ, മർത്തമറിയം സമാജ അംഗങ്ങൾ, സൺഡേ സ്കൂൾ അധ്യാപകർ, ബാലബാലികാ സമാജം ഭാരവാഹികൾ, കോർ ടീം അംഗങ്ങൾ, ഈ സമ്മേളനം റെക്കോർഡ് ചെയ്യുന്ന ശ്രീ ജിതിൻ മണലേൽ എന്നിവരെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങളെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ അച്ഛൻ്റെ കുടുംബാംഗങ്ങളും ഇന്ന് ഈ സമ്മേളനത്തിൽ ഇന്ന് കുർബാനയും ഈ സമ്മേളനത്തിലും പങ്കെടുക്കുന്നുണ്ട്. അവരെ ഓരോരുത്തരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥനായോഗം ജനറൽ സെക്രട്ടറി ശ്രീ PV അപ്പാപ്പുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബദലിടവയെക്കുറിച്ച് ഒരു പ്രത്യേക ദിവസം തന്നെയാണ്. അത് നമുക്ക് സന്തോഷവും സങ്കടവും ഉള്ള ദിവസം തന്നെയാണെന്ന്. അച്ഛൻ്റെ 3 വർഷക്കാലത്തെ ശുശ്രൂഷ തികച്ച് നിൽക്കുന്നൊരു സമയമാണത്. വേദിയിലിരിക്കുന്ന നമ്മുടെ അച്ഛൻ, വേദിയിലിരിക്കുന്ന എല്ലാവർക്കുമായി, അതുപോലെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കുമായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 3 വർഷക്കാലത്തെ അച്ഛൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ നമുക്ക് കർത്താവ് നൽകിയ ഈ വിശുദ്ധ ബലി നമുക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ നിയോഗിച്ചയച്ച, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ വിശുദ്ധ വേദപുസ്തകത്തിൽ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. പ്രത്യേകമായി തിരഞ്ഞെടുത്ത് രാജകീയ പുരോഹിത വർഗവും നിങ്ങൾ സ്വന്തം ജനവുമാകുന്നു. അതിൽ നിന്നും പ്രത്യേകമായി ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെയാണ് പുരോഹിതന്മാരെന്ന് നമ്മളിന്ന് ശുശ്രൂഷയ്ക്കായി നമുക്ക് വേണ്ടി ജാഗരിച്ചു കൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ ആത്മീയ ശുശ്രൂഷയിലെ ആത്മീയ ആഹാരവും ആത്മീയ വചനങ്ങളും നമുക്ക് നൽകി സ്വർഗീയ യാത്രയ്ക്കുള്ള പുറപ്പാടിലാണ് നമ്മളെല്ലാവരും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും എന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ വചനങ്ങൾ വിശുദ്ധ പുരോഹിതന്മാരിൽ കൂടി അത് നിറവേറിക്കൊണ്ടിരിക്കുന്നു. നമ്മെ തൃപ്തരാക്കി സന്തോഷിപ്പിച്ചു. അച്ഛാ, വളരെ സന്തോഷമുണ്ട്. എന്നാൽ പ്രയാസവുമുണ്ട്. ഞങ്ങൾക്ക് അച്ഛൻ പോകുന്നത് സെൻറ്റ് ഇഗ്നേഷ്യസ് പള്ളിയും ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന അതിപുരാതനമായ സെൻറ്റ് മേരീസ് പള്ളിയിലേക്കും കൂടിയാണ് അച്ഛൻ പോകുന്നത്. ഇവിടേക്ക് ബെഥേൽമാർ ഗ്രിഗോറിയോസ് പള്ളിയിലേക്ക് വരുന്നത് ഫാദർ ജോസഫ് കുര്യാക്കോസ് അച്ഛനാണ്. അച്ഛൻ്റെ ഭവനം പാമ്പാടിയിലാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വ്യക്തിയാണ് ഫാദർ മത്തായി സക്കറിയാച്ചൻ. അച്ഛന് ഞാൻ ഇതുവരെയായിട്ടും ഒരു ദേഷ്യത്തിൻ്റെ അല്ലെങ്കിൽ മുഖം കറുത്ത ദിവസങ്ങളിൽ ഒരു സമയം പോലും ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ചിരിയോടെ, സന്തോഷത്തോടെ, ഹൃദയശുദ്ധിയോടെ പെരുമാറുന്ന അച്ഛൻ. ഞങ്ങളിൽ നിന്ന് ശുശ്രൂഷാ സമയത്ത് തെറ്റുകൾ കണ്ടാലും അച്ഛൻ അത് കാര്യമായി എടുക്കാറില്ല. അച്ഛൻ്റെ മനസ്സിലുണ്ട് എങ്കിലും അത് അങ്ങനെയാണ് അച്ഛൻ്റെ രീതികൾ. അത് പിന്നീട് മനസ്സിലാക്കിക്കൊള്ളും. വളരെ സ്നേഹത്തോടെ, ആത്മാർത്ഥതയോടെ ദൈവം മുമ്പാകെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിതൻ. സ്നേഹവും സന്തോഷവും നമുക്ക് തന്നു, നമ്മെ പരിപോഷിപ്പിച്ചു. നമ്മുടെ വികാരി മത്തായി സക്കറിയ അച്ഛന് 1000 സ്നേഹാശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്തതായി ആശംസ അറിയിക്കുവാൻ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ KGG പണിക്കരെ ക്ഷണിച്ചോളൂ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മൾ ബഹുമാനിക്കുന്ന നമ്മുടെ മത്തായി സക്കറിയ അച്ഛൻ, പ്രിൻസ് അച്ഛൻ, പ്രിയപ്പെട്ട സോയൽ ഷമാശൻ, പ്രിൻസ് അച്ഛൻ്റെ കൊച്ചമ്മ റബേക്ക കൊച്ചമ്മ, അച്ഛൻ്റെ കുടുംബാംഗങ്ങളെ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ആത്മീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളെ, പ്രിയപ്പെട്ട ഇടവക അംഗങ്ങളെ, വിശ്വാസികളെ, ഇന്ന് വളരെ ചുരുക്കം സമയം ഈ യാത്രാ സമ്മേളനത്തിനുള്ളൂ. അത് കഴിഞ്ഞിട്ട് സൺഡേ സ്കൂൾ നടത്തേണ്ടതുണ്ടായിട്ടുണ്ട്. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ബാക്കിയുള്ളവർക്കും ആശംസാ പ്രസംഗം പറയേണ്ടതായിട്ടുണ്ട്. അപ്പം
കഴിഞ്ഞ 3 വർഷക്കാലം നമ്മളോട് കൂടെ ഈ ഇടവകയിലെ എല്ലാ ആത്മീയമായ കാര്യങ്ങളും നടത്തി തന്ന നമ്മുടെ പ്രിൻസ് അച്ഛന് ഒരു നിറസാന്നിധ്യമായിരുന്നുവെന്ന് എനിക്ക് സംശയലേശമെന്നെ പറയുവാനായിട്ട് സാധിക്കും. കോവിഡ് പാൻഡമിക് കഴിഞ്ഞ് നമ്മൾ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അച്ഛനും ഇവിടെ ചാർജ് എടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നമ്മളുടെ വിശ്വാസത്തിലും ആചാരങ്ങളിലും ഒക്കെ തന്നെ പലരും പല രീതിയിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിൽ അച്ഛൻ വന്ന് ചാർജ് എടുത്ത് ഈ സഭയിൽ, ഈ ഇടവകയിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നടത്തി തന്ന ഒരു ആത്മീയ നേതാവായ അച്ഛന് തികച്ചും എന്തുകൊണ്ടും നല്ല ഒരു യാത്രയപ്പ് സമ്മേളനം നൽകേണ്ട അത്യാവശ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിരിക്കും. ഞാൻ കഴിഞ്ഞ 1.5 വർഷക്കാലമായേ ഉള്ളൂ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ട് വന്നിട്ട്. അപ്പോൾ ഞാൻ ചാർജ് എടുത്തതിന് ശേഷം എനിക്ക് അച്ഛനെക്കുറിച്ച് നല്ലത് മാത്രമേ ചിന്തിക്കാനും പറയുവാനുമുള്ളൂ. സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ മനസ്സിൽ കാണുന്നതിന് മുന്നേ തന്നെ അച്ഛന് ഓരോ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഓരോ സങ്കീർണതകൾ, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ മനസ്സിൽ കണ്ട് എന്നെ ഡയറക്റ്റ് ചെയ്യുന്നതിനും ഗൈഡ് ചെയ്യുന്നതിനുമൊക്കെ അച്ഛൻ തീർച്ചയായിട്ടും ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, പല OVBSകളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അച്ഛൻ ചെയ്ത ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നതാണ്. ഒരു വൈദികനും ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. OVBSന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും, എല്ലാ അധ്യാപകർക്കും അച്ഛൻ ലാസ്റ്റ് ദിവസം ഓരോരുത്തർക്കും, ഓരോ കുഞ്ഞുങ്ങൾക്കും, ഓരോ അധ്യാപകർക്കും സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്താണ് ഓരോ സമ്മാനം, വിലപിടിപ്പുള്ളൊരു സമ്മാനം നൽകുകയുണ്ടായി. അത് OVBS വന്ന കുട്ടികൾക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇത് വലിയൊരു എമൗണ്ട് ആയല്ലോ, അച്ഛൻ എങ്ങനെ ഇത് മീറ്റ് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നോമ്പ് കാലത്തും അല്ലാതെയൊക്കെ എൻ്റെ ദശാംശത്തിൽ നിന്നൊക്കെ ഞാൻ കൂട്ടിവെച്ച പൈസയാണ്, അതിൽ നിന്നാണ് കുട്ടികൾക്ക് സമ്മാനം കരുതിയത് എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കും, ഞാനത് പല OVBSലും, ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്, പല OVBSലും പങ്കെടുത്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. അപ്പം ഒരിക്കലും കാണാത്ത ഒരു പ്രവണതയാണ് അച്ഛൻ തുടങ്ങി വെച്ചത്. അതെനിക്ക് വളരെ സന്തോഷമുണ്ട്, കുട്ടികൾക്കും വളരെ സന്തോഷം, അധ്യാപകർക്കും വളരെ സന്തോഷമായി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അച്ഛൻ എത്രത്തോളം ഇടവകയെയും, ഇടവക ജനങ്ങളെയും, ഇടവകയുടെ കുഞ്ഞുങ്ങളെയും, ആത്മീയതയും ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. സൺഡേ സ്കൂളിന് ഓരോ കാര്യങ്ങൾക്കും ഞാൻ എന്ത് പറഞ്ഞാൽ തന്നെയും അച്ഛൻ വളരെ ബാക്കിയെല്ലാം മാറ്റിവെച്ചിട്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും, അച്ഛൻ്റെ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് വന്ന് സംബന്ധിക്കുവാറുണ്ട്. സൺഡേ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്രിസ്മസ് കാരൽ സർവീസിന് ഗസ്റ്റിനെ വിളിക്കുന്നതിന് കഴിഞ്ഞ തവണ ജഡ്ജ് വന്നു. ജഡ്ജ് വന്നിട്ട് എൻ്റെയൊക്കെ വിളിച്ച് ചോദിക്കുകയായിരുന്നു, എന്തെങ്കിലും ഒരു പ്രസൻറ്റേഷൻ ഒരു മെമ്മൻറ്റോ കൊടുക്കേണ്ടതെന്ന്. അച്ഛൻ ആ ബുക്ക് ഡിപ്പോ തുറന്ന് അതിൽ നിന്ന് ഏറ്റവും നല്ല ഒരു സമ്മാനം എടുത്ത് ആ ജഡ്ജിന് കൊടുക്കുകയുണ്ടായി. ഞാൻ പലതവണ അച്ഛന് പൈസ അതിൻ്റെ തിരിച്ചു കൊടുക്കാനായിട്ട് നോക്കിയിട്ട് അച്ഛൻ ഇതേവരെ വാങ്ങിച്ചിട്ടില്ല. സാരമില്ല, ഞാൻ മീറ്റ് ചെയ്തോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് നിരവധി എക്സാമ്പിൾ പറയുവാനുണ്ട്. അപ്പോൾ ഇതൊക്കെയും സൺഡേ സ്കൂളിൻ്റെ ചാരത്ത് നിന്നുകൊണ്ട്, ചേർന്ന് നിന്നുകൊണ്ട് സൺഡേ സ്കൂളിനെ നന്നായി കാണണമെന്ന് ആഗ്രഹിച്ച ഒരു വൈദികനെയാണ് നമുക്ക് ഇന്ന് മറ്റ് ഏറ്റവും വലിയ ഒരു ആരാധനാലയത്തിലേക്ക് യാത്രയപ്പ് നൽകുന്നത്. അച്ഛൻ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ബൈബിളിൽ പറയുന്നത് പോലെ നല്ലവനും വിശ്വസ്തനുമായ ദാസനായിട്ട് തന്നെ പുതിയൊരു ദേവാലയത്തിൽ പോകുവാൻ ഈ അവസരം ദൈവം തമ്പുരാൻ നൽകി. അങ്ങനെ ചാരിതാർത്ഥ്യത്തോടുകൂടി 3 വർഷം കഴിഞ്ഞ് പടിയിറങ്ങുന്ന അച്ഛന് ഞങ്ങളുടെ സൺഡേ സ്കൂളിൻ്റെ പ്രഥമാധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ വ്യക്തിപരമായ പേരിലും ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകരുടെ പേരിലും ഇതിൽ ഭാഗഭാഗമായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെ പേരിലും ഞാൻ ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യവും പറയേണ്ടായിരുന്നു. ഇവിടെ ബാലസമാജം യൂണിറ്റ് ഡോർമെൻ്റായിട്ട് കിടക്കുകയായിരുന്നു. അതായത് പ്രവർത്തനം മന്ദീഭവിച്ച് കിടക്കുകയായിരുന്നു. അതിനെ പുനരുജ്ജീവിപ്പിക്കുവാനായിട്ട് അച്ഛന് വളരെയധികം യജ്ഞമെടുത്തു, വളരെയധികം പ്രയത്നിച്ചു. അതൊക്കെയും കുഞ്ഞുങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉപയുക്തമാണ്. നമ്മുടെ ഈ കുഞ്ഞുങ്ങളാണ്
ഭാവിയിൽ നമ്മുടെ ഇടവകയെ ഭരിക്കേണ്ടത്, നമ്മുടെ സമൂഹത്തെ നയിക്കേണ്ടത്, ദേശത്തെ നയിക്കേണ്ടത്, ചിലപ്പോൾ രാജ്യത്തും അറിയപ്പെടുന്ന കുട്ടികളായിട്ട് വരേണ്ടത് അവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടുന്ന നല്ല മാതൃകകൾ നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മത്തായി സക്കറിയ അച്ഛന്, പ്രിൻസ് അച്ഛന് ദൈവം തമ്പുരാൻ എല്ലാം നല്ലത് നൽകട്ടെ. കർത്താവിൻ്റെ എല്ലാ കൃപകളും അച്ഛനോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സൺഡേ സ്കൂളിൻ്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി മർത്തമറിയം സെക്രട്ടറി ശ്രീമതി ഷേബ ജെയിംസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. വേദിയിൽ സന്നിധനായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കുടുംബാംഗങ്ങൾ, ഇവിടെ സന്നിധരായിരിക്കുന്ന മറ്റ് ബഹുമാനപ്പെട്ടവരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന കർത്തവ്യം, നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ 3 വർഷത്തെ സേവനത്തിന് ശേഷം ഈ ഇടവകയിൽ നിന്നും ചെങ്ങന്നൂർ സെൻറ്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തിലേക്ക് കടന്നുപോകുന്നു. അച്ഛൻ്റെ നല്ല സേവനങ്ങൾക്ക് നന്ദി പറയുക എന്നുള്ളതാണ്. മർത്തമറിയം സമാജത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വെള്ളിയാഴ്ചകളിലും അച്ഛൻ്റെ അനുഗ്രഹീത വചനങ്ങൾ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുക എന്നത് വലിയ ഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു. സമാജത്തിലെ കൂടുതൽ അംഗങ്ങളും അച്ഛൻ്റെ അമ്മയുടെ പ്രായമുള്ളവരാണ്. അവർക്കെല്ലാവർക്കും അച്ഛൻ ഒരു മകനെ പോലെയാണ്. ബഥേലിൽ ചാർജ് എടുത്തപ്പോൾ മുതൽ അച്ഛൻ പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് അവയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയി. ദൈവാശ്രയത്തോടുകൂടി സമാജത്തിൽ ഒരു മകൻ എന്ന പോലെ ഞങ്ങളെല്ലാവരോടും വളരെ സ്നേഹത്തോടും സൗമ്യമായും ഇടപെട്ടിരുന്നു. ബഥേലിൽ ചാർജ് എടുത്തപ്പോൾ മുതൽ പല പ്രതിസന്ധികളിലൂടെ അച്ഛൻ കടന്നുപോയെങ്കിലും അച്ഛൻ അവയൊക്കെ വളരെയധികം ദൈവാശ്രയത്തോടുകൂടി തരണം ചെയ്ത് മുന്നോട്ട് പോയി. സമാജത്തിൽ അച്ഛൻ വരുമ്പോൾ വിഷമങ്ങളൊക്കെ പലപ്പോഴും അമ്മയോടെന്ന പോലെ വിഷമങ്ങളൊക്കെ തുറന്നു പറയാറുണ്ടായിരുന്നു. വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും സമാജാംഗങ്ങളെ നിരാശപ്പെടുത്താതെ ഞങ്ങളെ ടൂർ കൊണ്ടുപോകാനും ഒക്കെ അച്ഛൻ സന്മനസ് കാണിച്ചിട്ടുണ്ട്. സാമ്പത്തിക സഹായം ചെയ്യേണ്ടവരെ ചൂണ്ടിക്കാട്ടുകയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്യുവാനും അച്ഛൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. മർത്തമറി സമാജക്കാരെ വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ തിരുവചനം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത അച്ഛൻ്റെ സേവനം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. എല്ലാത്തിനും മർത്തമറി സമാജത്തിൻ്റെ നാമത്തിലും എൻ്റെ വ്യക്തിപരമായുള്ള നന്ദി അച്ഛനോട് അറിയിക്കുന്നു. അച്ഛൻ ഈ ഇടവകയിൽ 3 വർഷത്തെ സേവനത്തിന് ശേഷം ഇനിയും വലിയൊരു ഉത്തരവാദിത്തമുള്ള ദേവാലയത്തിലേക്കാണ് പോകുന്നത്, ചെങ്ങന്നൂർ സെൻറ്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തിലേക്ക്. അവിടെ അച്ഛന് വളരെ കൂടുതൽ ചുമതലകളുണ്ട്. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഇല വാടാത്തതും എപ്പോഴും ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ അച്ഛനെ നടത്തട്ടെ. അച്ഛൻ പോകുന്നിടത്തൊക്കെയും ദൈവമായ യഹോവ കൂടെ ഇരുന്ന് വഴി നടത്തട്ടെ. സ്നേഹത്തോടെ മർത്തമറിയ സമാജാംഗങ്ങളുടെ എല്ലാവിധമായ നന്ദി സ്നേഹവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ശുശ്രൂഷക സംഘത്തിന് വേണ്ടി ശ്രീ വി.എസ്. കറിയ.
നമ്മുടെ എല്ലാവരുടെയും മുഖങ്ങളിൽ വിഷാദമുള്ള ഒരു സമയമാണിപ്പം. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ ഈ 3 വർഷം നമ്മളോട് കൂടി ഒത്തൊരുമിച്ച് ഇവിടെ സന്തോഷകരമായി വിശുദ്ധ കുർബാനയും അതോടൊപ്പം ഏവൻഗേലിയോൻ്റെ പ്രഭാഷണവും എല്ലാം നന്ദി. എല്ലാ സംഘടനകൾക്കും അച്ഛൻ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. അച്ഛൻ ഈ 3 വർഷം മുമ്പ് ഇവിടെ വരുന്നതിന് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ അച്ഛനെയും അച്ഛൻ്റെ ഫാമിലിയെ എല്ലാം അറിയാവുന്നതുകൊണ്ട് പ്രീ സെമിനാരി വിദ്യാർത്ഥിയായിട്ട് ബഥേലിൽ വരുമ്പം തൊട്ടേ അച്ഛനുമായിട്ട് നല്ല പരിചയമാണ്. എപ്പോഴും സുസ്മേധ വധനായി അത് നല്ല പുഞ്ചിരിയോടുകൂടിയുള്ള ഒരു മുഖഭാവമാണ് അച്ഛനിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എത്ര പ്രയാസം നിറഞ്ഞ സമയത്തും നമ്മളെ ശാന്തനപ്പെടുത്തുകയും നമുക്ക് നല്ല വാക്കുകൾ പറഞ്ഞു തരികയും അങ്ങനെ ബഥേലിലെ ഓരോ അംഗങ്ങൾക്കും വേണ്ട മാനസികമായ അവരുടെ പ്രയാസങ്ങളിലൊക്കെ ഇടപെട്ട് അവരോട് വളരെ സന്തോഷകരമായി ഇടപെടുകയും ചെയ്ത അച്ഛന്, പ്രത്യേകിച്ച് നിങ്ങളെക്കാട്ടി കൂടുതൽ അച്ഛനുമായിട്ട് ഇടപെടുന്നത് മബ്ദായിലെ ശുശ്രൂഷകരാണ്. അവരെ ഒരു ഇടയനും ആട്ടിൻകുട്ടികളുടെയും കൊണ്ടുപോകുന്ന പോലെ അവരെ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകും. പല ഇടയന്മാരും ചിലപ്പം മറ്റുള്ളിടത്തൊക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ അച്ഛനിൽ നിന്ന് അങ്ങനെ ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. അച്ഛൻ അവരെയൊക്കെ അടുപ്പിച്ച് കൊണ്ടുപോകും. അവരുടെ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ചിട്ടയോടുകൂടി കൊണ്ടുപോകും. അങ്ങനെയാണ് ഈ മദ്ബായിലെ ശുശ്രൂഷകരെല്ലാം വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് അച്ഛനെ അഭിമാനിക്കാനൊരു കാര്യമുണ്ട്. ഒന്നിച്ച് 10-12 പേര് ശുശ്രൂഷകരെ ഒന്നിച്ച് ഈ മദ്ബായിൽ കയറ്റാനുള്ള ഭാഗ്യം അച്ഛനാണ് ഉണ്ടായിട്ടുള്ളത്. അവരുടെ കുടുംബങ്ങളും അച്ഛനോട് അതിൻ്റെ നന്ദി ഉണ്ട്. എല്ലാവർക്കും അച്ഛൻ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. അച്ഛൻ ഇവിടെ വരുന്നതിന് മുമ്പ് ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ 3 കത്തീഡ്രൽ പള്ളികളേ ഉള്ളൂ. ഒന്ന് കുടശനാട്, ഒന്ന് ചെങ്ങന്നൂർ സെൻറ്റ് ഇഗ്നേഷ്യസ്, ഒന്ന് പുത്തൻകാവ് കത്തീഡ്രൽ. ദൈവത്തിൻ്റെ സഹായത്താൽ കുടശാട് കത്തീഡ്രലിൻ്റെ അസിസ്റ്റൻ്റ് വികാരിയായി പ്രവർത്തിക്കാൻ സാധിച്ചു. 3 വർഷം അവിടുത്തെ സേവനം കഴിഞ്ഞാണ് ബഥേലിലേക്ക് വന്നത്. ബഥേലിലെ ഇടവക വികാരിയായി പ്രവർത്തിച്ചു. ഇവിടെ നിന്നും അച്ഛന് ഒരു ഉയർന്ന തലത്തിലേക്കാണ് പോകുന്നത്. ചെങ്ങന്നൂർ സെൻറ്റ് ഇഗ്നേഷ്യസ് കത്തീഡ്രലിൻ്റെ വികാരിയായിട്ടാണ്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ പള്ളിയായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ പിതാക്കന്മാരെ അടക്കം ചെയ്തിട്ടുള്ള പള്ളി അവിടെയാണ്. ഇനിയും പോകുന്നിടത്ത് ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ സാധിക്കും. ഞങ്ങളും പലരും ആ പള്ളിയിലേക്ക് വരേണ്ട അവസ്ഥകൾ വരും. അവിടെ വെച്ച് അച്ഛനെ കാണും. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഈ ഇടവയ്ക്ക് വേണ്ടിയും ഈ മദ്ബായി കയറിയ ശുശ്രൂഷകർക്ക് വേണ്ടിയും ഇവിടുത്തെ എല്ലാവർക്കും വേണ്ടി അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം എന്ന് അറിയിക്കുന്നു. അതുപോലെ എല്ലാ ശുശ്രൂഷകളിലെയും അംഗങ്ങളുടെയും പേരിൽ ഓരോരുത്തരുടെ പേര് ചൊല്ലി ഇന്ന് തന്നെ 10-16 ശുശ്രൂഷകർ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ ഇത്രയും ജനങ്ങൾ, ഇത്രയും ഇടവക അംഗങ്ങൾ ഇവിടെ കൂടിയതിൽ അവരെ സമ്മതിച്ചു കൊടുക്കണം. അച്ഛൻ്റെ യാത്രയയപ്പിനൊന്ന് പങ്കുചേരാനായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെ നാമത്തിലും ശുശ്രൂഷകരുടെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ, നന്ദി, അതുപോലെ ആശംസകൾ അറിയിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. അടുത്തതായി അച്ഛന് നൽകുന്ന അനുമോദനമാണ്. ആദ്യമായി ബഥേൽ മാർ ഗ്രിഗോറിയോസ് അരമന ദേവാലയത്തിൻ്റെ സ്നേഹാദരവുകൾ സമർപ്പിക്കുകയാണ്.
അടുത്തതായി ദേവാലയത്തിൻ്റെ മുൻ ട്രസ്റ്റി ശ്രീ എബ്രഹാം ബി സക്രിയയെ ആദരവ് അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. എബ്രഹാം പി സക്രിയ. ദേവാലയത്തിൻ്റെ മുൻ ട്രസ്റ്റി ശ്രീ വർഗീസിനെ ആദരവ് നൽകുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. മുൻ ട്രസ്റ്റി ശ്രീ ചെറിയാൻ വർഗീസിനെ ആദരവ് നൽകുന്നതിനായി ക്ഷണിക്കുന്നു. അച്ഛൻ്റെ കാലയളവിലിരുന്ന 3 ട്രസ്റ്റിമാരാണ് ഇപ്പോൾ ആദരവ് നൽകിയത്. അടുത്തതായി സെൻറ്റ് ജോർജ് പ്രാർത്ഥനാ യോഗത്തിനു വേണ്ടി ആദരവ് അർപ്പിക്കുന്നതിനായി സെക്രട്ടറി ശ്രീ AJ യോഹനാനെ ക്ഷണിച്ചോളും. സെൻറ്റ് ഗ്രിഗോറിയോസ് പ്രാർത്ഥനാ യോഗത്തിനു വേണ്ടി സെക്രട്ടറി ശ്രീ മാത്യു വർഗീസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മാർ ബെസേലിയോസ് പ്രാർത്ഥനാ യോഗത്തിനു വേണ്ടി സെക്രട്ടറി ശ്രീ ജെയിംസ് പടിപ്പുരക്കലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മാർ പീലക്സിനോസ് പ്രാർത്ഥനാ യോഗത്തിനു വേണ്ടി ബൊക്കെ നൽകി ആദരിക്കുന്നത് സെക്രട്ടറി ശ്രീ ഷാജി CP. മർത്തമറിയം സമാജത്തിന് വേണ്ടി സെക്രട്ടറി ശ്രീമതി ഷേമ ജെയിംസ് ആദരവ് അർപ്പിക്കുന്നു. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് വേണ്ടി ആദരവ് നൽകുന്നതിനായി പ്രധാന അധ്യാപകൻ ശ്രീ ജിജി പണിക്കരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബേതേൽ MGM യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളായ വൈസ് പ്രസിഡന്റ് ശ്രീ അനൂപ് തോമസിനെയും ആക്ടിംഗ് സെക്രട്ടറി ജോഹാൻ ജോസഫിനെയും പ്രസ്ഥാനത്തിൻ്റെ ആദരവ് സമർപ്പിക്കാൻ ക്ഷണിക്കുന്നു. ശുശ്രൂഷക സംഘത്തിന് വേണ്ടി നൽകിയ കാപ്പയാണ് അച്ഛൻ ഇന്ന് ഇട്ടിരിക്കുന്നത്. അതിനായി പരിശ്രമിച്ച ശുശ്രൂഷക സംഘത്തോടുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി വ്യക്തിപരമായി നൽകുന്ന ആദരവുകളാണ്. ആദ്യമായി അഡ്വൈസറി ബോർഡ് അംഗം ശ്രീ PN സനിയൻ ശാസ്താംപുരത്തിനെ ആദരവ് അർപ്പിക്കുന്നതിനായി ക്ഷണിച്ചോളൂ. അടുത്തതായി ശ്രീ അനൂപ് തോമസിനെയും ശ്രീ ജോഹാൻ ജോസഫിനെയും ആദരവ് അർപ്പിക്കുന്നതിനായി ക്ഷണിച്ചിരിക്കുന്നു.
ആർക്കെങ്കിലും വ്യക്തിപരമായ ഉപകാരങ്ങൾ സമർപ്പിക്കാനുണ്ടെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. അടുത്തതായി അഡ്വൈസറി ബോർഡ് അംഗം ശ്രീ വി ജെ ചാക്കോയെ ആദരവ് നൽകുന്നതിനായി ക്ഷണിക്കുന്നു. അടുത്തതായി ബദേൽ മാർ ഗ്രിഗോറിയോസ് സരമന ദേവാലയം പ്രിൻസൻസിന് നൽകുന്ന പാരിതോഷികമാണ്. നമ്മുടെ പള്ളിയിലെ എല്ലാ ജനങ്ങളും സഹകരിച്ചുകൊണ്ട് 2,38,000 രൂപ സമാഹരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ മർത്തമറിയം സമാജത്തിൻ്റെ സംഭാവനയായ 25,000 രൂപ ഉൾപ്പെടുത്തിയാണ് 2,38,000 രൂപ നമുക്ക് സമാഹരിക്കുവാൻ സാധിച്ചത്. ഇതിനായി മുൻകൈ എടുത്ത അഡ്വൈസറി ബോർഡ് അംഗങ്ങളെയും പ്രാർത്ഥനായോഗം സെക്രട്ടറിമാരെയും ഇതിനോട് സഹകരിച്ച എല്ലാ ജനങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. മറുപടി പ്രസംഗത്തിനായി പ്രിൻസ് അച്ഛനെ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രത്യേകാൽ നമ്മുടെ രാജ്യം ഒരു വലിയ ദുഃഖത്തിൽ കൂടിയാണല്ലോ കടന്നു പോകുന്നത്. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ ജീവൻ വെടിഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു നിമിഷം നമുക്ക് അവരുടെ നൊമ്പരത്തിൽ പങ്കുചേർന്നുകൊണ്ട് അനുശോചിക്കാം. നമ്മുടെ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഇടവകയുടെ ട്രസ്റ്റി റെജി സാമുവൽ അവറുകൾ, നമ്മുടെ ഇടവകയുടെ നവാഭിഷിക്തനായ ഷമ്മാശൻ സോയൽ ഷമ്മാശൻ, പ്രാർത്ഥനയോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി അപ്പാപ്പു അവറുകൾ, സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ബഹുമാനപ്പെട്ട ജിജി പണിക്കർ അവറുകൾ, ശുശ്രൂഷ സംഘത്തിനു വേണ്ടി ആദരവർപ്പിച്ച VS കറിയ അവറുകൾ, മർത്തമറിയം സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഷേബ അവറുകൾ, പ്രത്യേക അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ, പ്രാർത്ഥനയോഗത്തിൻ്റെ സെക്രട്ടറിമാർ, വിവിധ ആത്മീയ സംഘടനയുടെ പ്രവർത്തകർ, കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ ഇടവാംഗങ്ങളെ ഏവർക്കും സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട ബാബുച്ചാൻ ഓർപ്പിച്ചതുപോലെ ഞാനിരുന്നതിൽ ഏറ്റവും വലിയ ദേവാലയമായിരുന്നു കൊടശനാട് സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ ദേവാലയം. എൻ്റെ ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ 3 വർഷം കഴിഞ്ഞ് പോകുമ്പോൾ അത് ഒരു രീതിയിൽ മാത്രമല്ല, എല്ലാ രീതിയിലും എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു യാത്രയപ്പം. അതിന് നിങ്ങളേവരോടുമുള്ള നന്ദി ആദ്യമേ അറിയിക്കും. ഈ ബദേൽ ഇടവക പലർക്കും ഒരാവേശമാണ്, ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ഉറവിടം. പരിശുദ്ധ സഭയിൽ പുത്തൻകാവിൽ കൊച്ചുതിരുമേനിയുടെ ഒക്കെ വലിയ അധ്വാന ഫലമായി പരിമല തിരുമേനിയുടെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യ ദേവാലയം ഇന്നും ആ ഡേറ്റിന് മുമ്പ്
പുത്തൻകാവ് അല്ലെങ്കിൽ പരുമല തിരുമേനിയുടെ നാമത്തിൽ വേറൊരു ദേവാലയം സ്ഥാപിക്കപ്പെട്ടതായി ഒരു രേഖയില്ല. അതുകൊണ്ട് പരുമല തിരുമേനിയുടെ നാമത്തിൽ സഭയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യ ദേവാലയം എന്ന രീതിയിൽ എൻ്റെ കൂടി വികാരമാണ് ബഥേൽ പള്ളി. ഞാൻ പുത്തൻകാവ് സ്കൂളിൽ പോകുമ്പോഴാണ് ബഥേൽ പള്ളി കൂടുതൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. പിന്നീട് ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. 4 വർഷത്തെ പ്രീ സെമിനാരി പരിശീലനം കഴിഞ്ഞ് സെമിനാരിയിലേക്ക് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ധാരാളം പ്രതിസന്ധികളുണ്ടായിരുന്നു. ആ പ്രതിസന്ധികളുടെ നടുവിൽ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു പോകുന്നത് ഇവിടെ നിന്നാണ്. അന്ന് സെമിനാരിയിൽ അഡ്മിഷൻ കിട്ടി. സെമിനാരി വിദ്യാഭ്യാസമൊക്കെ തുടർന്നു. 2010 മെയ് 8-ാം തീയതി ഈ വിശുദ്ധ ദേവാലയത്തിൻ്റെ മദ്ബായിൽ വെച്ചാണ് ഞാൻ ഷെമ്മാശനായി ഉയർത്തപ്പെടുന്നത്. തുടർന്ന് 2011 ഒക്ടോബർ മാസം 13-ാം തീയതി ഇടവങ്കാട് പള്ളിയുടെ പുതുക്കിപ്പണിയലിൻ്റെ അനുഭവത്തിൽ ദേവാലയം പൊളിച്ചിട്ടതിനാൽ ഭാഗ്യസ്മരണാർഹനായ അത്താനാസ്യൂസ് തിരുമേനി ഈ ത്രോണോസിൽ വെച്ചാണ് ക്രിസോസ്റ്റമോസ് തിരുമനസ്സൻ കൂടി വൈദികനായി ആ പട്ടത്തിലേക്ക് ഉയർത്തിയത്. ധാരാളം ആളുകളുടെ മാതാപിതാക്കന്മാരുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം ഈ ബലിപീഠത്തിൽ നിന്ന്. അതുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും പോലെ ഈ ബഥേൽ പള്ളി എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒത്തിരി അനുഭവങ്ങൾ നൽകിയിട്ടുള്ള ഒരു ദേവാലയമാണ്, ബലിപീഠമാണ്. ആ തരുണത്തിൽ മറ്റൊരു സന്തോഷം കൂടി എനിക്കുണ്ട്. ഇവിടെ നിന്ന് ചുമതല പുതിയ പള്ളിയിലേക്ക് ഏൽക്കുമ്പോൾ, പഴയ സുറിയാനി പള്ളിയുടെ ഭാഗമാകുമ്പോൾ, ആ പഴയ സുറിയാനി പള്ളിയുടെ ഒരു പ്രാർത്ഥനയോഗമാണ് ഇന്ന് ബഥേൽ പള്ളിയായി മാറിയിട്ടുള്ളത്. ആ തരുണത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷവും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഇവിടെ ഓർപ്പിച്ചതുപോലെ വ്യക്തിപരമായി ഒത്തിരി പ്രതിസന്ധികൾ കൂടി കടന്നുപോയ വർഷങ്ങളാണ്. എൻ്റെ ശാരീരികമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെ, ഔദ്യോഗികമായ തിരക്കുകൾ ഉൾപ്പെടെ ധാരാളം പ്രതിസന്ധികൾ കൂടി കടന്നുപോയ നിമിഷം. ഞാൻ ഇവിടുത്തെ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് മുൻ വികാരി ബഹുമാനപ്പെട്ട ജാൾസനച്ചൻ പറഞ്ഞ ഒരു വാചകം ഇന്ന് എനിക്ക് വീണ്ടും ഓർക്കാം. അച്ഛാ, പ്രശ്നങ്ങളുണ്ട്, പക്ഷെങ്കിൽ ഏത് പ്രശ്നവും അതിൻ്റെ മൂർധന്യതയിലെത്തുന്നതിന് മുമ്പ് ഉത്തരവും ഇവിടെ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഭവം. അത് ഈ നിമിഷം വരെ എനിക്ക് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് വ്യക്തിപരമായ ചില പ്രതിസന്ധികൾ കൂടിയൊക്കെ കടന്നു പോകുമ്പോഴും ധാരാളം ശക്തീകരിക്കൽ, താങ്ങ്, പ്രാർത്ഥനകൾ നിങ്ങളുടേതും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ധാരാളം നന്മകൾ ഈ 3 വർഷക്കാലം എൻ്റെ വ്യക്തി ജീവിതത്തിലും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ദേവാലയത്തിൻ്റെ വികാരി എന്ന നിലയിൽ നിൽക്കുമ്പോൾ, അത് ഭദ്രാസന കൗൺസിൽ എന്ന നിലയിലും ഇവിടെ നിന്ന് പുതിയൊരു കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് പോകുമ്പോഴും അതെല്ലാം ഈ ദേവാലയത്തിൻ്റെ നന്മകളുടെ ഭാഗമാണ് എന്ന് ഞാൻ തിരിച്ചറിയും. എല്ലാത്തിനും സർവശക്തനായ ദൈവത്തെ മുന്നമേ മഹത്വപ്പെടുത്തി. മൺമറഞ്ഞ പിതാക്കന്മാർ, ഈ ദേവാലയം സ്ഥാപിക്കുവാൻ വക്കവണ്ണം അധ്വാനിച്ച പിതാക്കന്മാരെല്ലാം ഓർക്കുന്നു. പുത്തൻകാവിൽ കൊച്ചിരുമേനി തുടങ്ങി സഭയുടെ എല്ലാ പിതാക്കന്മാർ, അത്താനാസ്യൂസ് തിരുമേനി, ജോർജ് അച്ഛൻ, വഴിയമ്പലത്തച്ഛൻ, ഇങ്ങനെ കടന്നുപോയ മുൻ വികാരിമാരുൾപ്പെടെയുള്ള എല്ലാ പിതാക്കന്മാരെയും ഓർക്കുക. അഭിമന്യ തിരുമനസ് ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ 2ാമത്തെ മെത്രാപ്പൊലീത്ത തിമോത്തിയോസ് തിരുമനസ് തിരുമേനിയോടാണ് എനിക്ക് അടുത്തതായി നന്ദി പറയാനുള്ളത്. ഒരു പക്ഷെങ്കിൽ ബഥേലിലെ വികാരിയെ തിരുമേനി ആലോചിക്കുമ്പോൾ ഏതൊരു മെത്രാപ്പൊലീത്തയും വളരെയധികം പാടുപെടുന്ന ഒരു അനുഭവമാണ് ബഥേലിൽ ആരെ വികാരിയാക്കുക.
3 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഈ ചുമതല ഏൽപ്പിക്കുമ്പോൾ തിരുമേനിക്ക് എന്നോട് പറയാനുള്ള 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അഭിമന്യ തിരുമനസ് പറഞ്ഞു, നമ്മുടെ അഡ്വൈസറി ബോർഡ് വർഷങ്ങൾക്ക് ശേഷം പുതുക്കുന്നത് അത് പലർക്കും സന്തോഷം നൽകുന്ന ഒന്നല്ല. അതുകൊണ്ട് എല്ലാ വർഷവും അഡ്വൈസറി ബോർഡ് പുതുക്കണം. കുറേ ആളുകൾ മാറി മാറി വരട്ടെ. ട്രസ്റ്റിമാരായിരിക്കുന്നവർ 1 വർഷം ഇരുന്നാൽ മതി, അവർ മാറി മാറി വരട്ടെ. അപ്പം കുറേ കൂടി ആളുകൾക്ക് ദേവാലയത്തിൻ്റെ ഭരണസമിതിയിൽ അവസരം ലഭിക്കുമല്ലോ എന്ന വലിയ ഒരു ആഗ്രഹം തിരുമേനി പറഞ്ഞു. എൻ്റെ ഈ പൗരോഹിത്യ ശുശ്രൂഷ വേളയിൽ 4 തവണ അഡ്വൈസറി ബോർഡ് പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വരുമ്പം വന്ന് ആദ്യം ചെയ്തത് അഡ്വൈസറി ബോർഡ് പുനഃസംഘടനയാണ്. 3 വർഷം അത് ചെയ്തു. അഭിമന്യ തിരുമനസിൻ്റെ നിർദ്ദേശപ്രകാരം വരാൻ പോകുന്ന അച്ഛന് മുമ്പ് അച്ഛനോടുകൂടി പ്രവർത്തിക്കേണ്ട ഭരണസമിതിയും കൂടെ 4 അഡ്വൈസറി ബോർഡ് പുനഃസംഘടിപ്പിച്ചിട്ടാണ് പോകണം. അതിൽ എനിക്ക് ആ തിരുമേനിയുടെ നല്ല ചിന്തകളോടൊപ്പം നിൽക്കുവാനിടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുന്നു. രണ്ടാമത്, ഈ ദേവാലയത്തിൻ്റെ ചുമതലയാകും തിരുമേനി എന്നോട് ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടു. സാധാരണ ചില അച്ഛന്മാർ ചെയ്യുന്നത് പോലെ അനൗൺസ്മെൻറ്റിലോ മറ്റു പല കാര്യങ്ങളിലോ ആരെയും മുറിവേൽപ്പിക്കുന്ന ഒന്നും അനൗൺസ്മെൻറ്റിൻ്റെ ഭാഗമാകരുത്. ഞാനത് എൻ്റെ 95% ചെയ്തിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ വൈകാരികമായി സംസാരിച്ചിട്ടുണ്ടെങ്കിലും ആരെയും മുറിവേൽപ്പിക്കാനായിട്ട് പരസ്യമായ അനൗൺസ്മെൻറ്റിൽ അത് ഞാൻ ചെയ്തിട്ടില്ല എന്നതാണ് എൻ്റെ വിശ്വാസം. അഭിമന്യ തിരുമനസ് വലിയ പ്രാർത്ഥനയോടെ ഈ ദേവാലയത്തിന് നേതൃത്വം നൽകുന്നു. കഴിഞ്ഞ 3 വർഷക്കാലം ആവശ്യമായ എല്ലാ നിർദ്ദേശവും നൽകി അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോസിയോസ് തിരുമനസിനോടുള്ള നന്ദി അറിയിക്കട്ടെ. 4 അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ, പ്രത്യേകിച്ച് അതിനോടൊപ്പം ട്രസ്റ്റി ആയിരുന്ന 4 ട്രസ്റ്റിമാർ, ആദ്യമേ പ്രിയ സാബുചാന്, MJ വർഗീസ് അവറുകൾ, അതോടൊപ്പം നമ്മുടെ ബാബുജി അവറുകൾ, ഇപ്പോൾ നമ്മുടെ റിജി അവറുകൾ. ഈ 4 പേരോടും എനിക്ക് ഈ 4 പേരെ പറ്റി അഭിമാനമുണ്ട്. എൻ്റെ ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാം, വളരെ കൃത്യമായി കണക്ക് കൈകാര്യം ചെയ്ത് ഓരോ മാസത്തിൻ്റെ അവസാനം അത് പൂർത്തീകരിച്ച് ഇൻ്റേണൽ ഓഡിറ്റ് ചെയ്ത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഓഡിറ്റ് ചെയ്ത കണക്കാണ്. അത് ഈ നിമിഷം വരെ ഓരോ മാസവും അത് പൂർത്തീകരിച്ച് വിശ്വസ്തയോടെ അഭിമന്യ തിരുമനസ് കൊടുത്ത നിയോഗം പൂർത്തീകരിച്ച 4 ട്രസ്റ്റിമാർ, അവർക്ക് ഇനിയും ദൈവം തമ്പുരാൻ അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരോടൊപ്പം എല്ലാ അഡ്വൈസറി ബോർഡ് അംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുക. ബഹുമാനപ്പെട്ട ഭദ്രാസനം സെക്രട്ടറി PK കോശിയച്ചൻ, അതോടൊപ്പം ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ ഈ അടുത്ത കാലത്ത് വൈദികരായ എല്ലാ നമ്മുടെ മംഗലത്തിലെ ജിതിനച്ഛൻ തുടങ്ങി റോബിനച്ഛൻ, ഇടവങ്കാട്ട് ജിതിനച്ഛൻ, സിജോ അച്ഛൻ, സോണിയച്ഛൻ തുടങ്ങി ജിജോജി കുഞ്ഞുമോനച്ഛൻ വരെ നവാഭിഷിക്തരായ എല്ലാ വൈദികരും ഇവിടുത്തെ ശുശ്രൂഷകളിൽ ഭാഗവാക്കായിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരോടും ബഹുമാനപ്പെട്ട ഭദ്രാസന സെക്രട്ടറി അച്ഛനോടും നന്ദി അറിയിക്കാം. ഇവിടുത്തെ ഇടവക പട്ടക്കാർ, ബഹുമാനപ്പെട്ട വർഗീസ് യോഹന്നാൻ അച്ഛൻ, ഞാൻ ബോംബെയിൽ ചെന്നപ്പോൾ അച്ഛൻ്റെ ഭവനത്തിൽ സ്വീകരിക്കുകയും വളരെ സന്തോഷത്തോടുകൂടി എല്ലാ കാര്യങ്ങളും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. വർഗീസ് യോഹന്നാൻ അച്ഛൻ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട വൈ തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട സുനിൽ അച്ഛൻ, ബഹുമാനപ്പെട്ട ഫെലിക്സ് അച്ഛൻ, ഇപ്പോഴേ നമ്മുടെ പ്രിയ ഷമ്മാശൻ ഉൾപ്പെടെ എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഷമ്മാശനോടുള്ള നന്ദി അറിയിക്കുക. നമ്മുടെ ഇടവകയുടെ ഭാഗമായിരുന്നെങ്കിലും താൽക്കാലിക മെമ്പർഷിപ്പ് ആയിരുന്നെങ്കിലും അത് പിന്നീട് മാറ്റി ബഹുമാനപ്പെട്ട മാമനച്ഛനും എൽവിനച്ഛനും അവരും ഈ ഇടവകയുടെ ഭാഗമായിരുന്നു. അവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുക. നമ്മുടെ പ്രധാന ശുശ്രൂഷകൻ ബഹുമാനപ്പെട്ട പൊന്നച്ചായനോട് വാക്കുകൾ കൊണ്ട് നന്ദി പറയാൻ എനിക്കറിയില്ല. കാരണം
ഓരോ ശുശ്രൂഷയും ഓരോ കുർബാനയ്ക്ക് ഞാനിവിടെ വരുമ്പം നേരെ ത്രോണോസോട്ട് കയറി പ്രഭാത നമസ്കാരം ആരംഭിക്കുക. അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെ 100% വിശ്വസ്തയോടെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്ദി പറയുന്നു. എൻ്റെ ശുശ്രൂഷകരായ എല്ലാ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും അഭിമാനമുണ്ട് നമ്മുടെ പ്രിയ അപ്പാപ്പു അപ്പാച്ചൻ. ശാരീരികമായ ക്ലേശം കൊണ്ട് ഇപ്പം മധുവായി കയറുന്നില്ലെങ്കിലും ആൾ കുറയുന്നു, എന്തെങ്കിലും ഒരു അത്യാവശ്യമുണ്ട്, അപ്പാപ്പിച്ചാൻ നാളെ മധുവായി കയറാമോ എന്ന് ചോദിച്ചാൽ അപ്പാപ്പിച്ചാൻ വരും. എനിക്കറിയാം അപ്പാപ്പിച്ചാൻ്റെ 2 കാലയിലും ഈ സോക്സ് ഇട്ട് വെരിക്കോസ് വെയിൻ്റെ വലിയ ബുദ്ധിമുട്ടില്ല. എങ്കിലും ഒരു സന്ധ്യാനമസ്കാരം അദ്ദേഹം മുടക്കാറില്ല. ഇത്ര ആത്മാർത്ഥതയോടെ ഞാനൊരു ശുശ്രൂഷകനെ കണ്ടിട്ടില്ല. അവിടെ നിന്ന് തുടങ്ങി VS കറിയ ഉൾപ്പെടെ CP ഷാജി അവർ ഉൾപ്പെടെ സോമി സാർ ഉൾപ്പെടെ എല്ലാ ശുശ്രൂഷകരും, പ്രത്യേകിച്ച് നമ്മുടെ യോഹാൻ ഉൾപ്പെടെയുള്ള എല്ലാ ശുശ്രൂഷകരോടുള്ള നന്ദി അറിയുക. ഞാൻ വരുമ്പം ഈ ദേവാലയത്തിനൊരു ശുശ്രൂഷകനില്ല. ആ സമയത്ത് പ്രത്യേകിച്ച് ആ കാര്യങ്ങളൊക്കെ ചെയ്തത് ബഹുമാനപ്പെട്ട ജിബിൻ അവറുകളാണ്. ഇപ്പം ഗൾഫിൽ പോയി. അതോടൊപ്പം ഈ ശുശ്രൂഷകരായിരുന്ന എല്ലാ സഹോദരങ്ങളോടും നേരത്തെ ഓർപ്പിച്ച പോലെ ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന കാപ്പ ഈ ശുശ്രൂഷക സംഘം എനിക്ക് നേർച്ചയായി നൽകിയതാണ്. പ്രത്യേകിച്ച് എല്ലാ ശുശ്രൂഷകരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കണം. നമ്മുടെ ദേവാലയത്തിൻ്റെ മർത്തമറിയ സമാജം ഷെബ ആൻറ്റി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ എല്ലാ സന്തോഷങ്ങളിലും എൻ്റെ എല്ലാ വിഷമങ്ങളിലും പ്രാർത്ഥനയോടെ കൈത്താങ്ങലോടെ കൂടെ നിന്നിട്ടുള്ളതാണ് ഈ അമ്മമ്മ. ചില സമയത്ത് എന്തെങ്കിലും ആവശ്യത്തിന് എൻ്റെ ഫോണ് എൻ്റെ സഹധർമ്മിണി എടുക്കുമ്പം അതിൽ നോക്കുമ്പോഴേ എല്ലാ അമ്മച്ചിമാരുടെയും അമ്മമ്മമാരുടെയും മെസ്സേജുകളും പ്രാർത്ഥനാ വിഷയങ്ങളും, അവരുടെ വിഷയങ്ങൾ മാത്രമല്ല, അവർ പല വിഷയങ്ങൾ പറയും. അപ്പം വളരെ കൗതുകത്തോടെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛാ ഇത്രമാത്രം അമ്മച്ചിമാരും അമ്മാമ്മമാരും അച്ഛന് മെസ്സേജ് അയക്കാനോർന്നു. അത് പലതും ഞങ്ങൾ ഒന്നിച്ച് കേൾക്കാറും ആ പ്രാർത്ഥനയിൽ അത് സമർപ്പിക്കാറുണ്ട്. ഇന്നും പ്രത്യേകിച്ച് എല്ലാ അമ്മമാരും ആ മർത്തമറിയ സമാജത്തിൻ്റെ ഭാഗവാക്കായി പ്രത്യേകിച്ച് ഞാൻ വരുമ്പോൾ അതിൻ്റെ ചുമതല വഹിച്ച ആനിമാമ ഉൾപ്പെടെ ഷേബ ആൻറ്റി ഉൾപ്പെടെ മർത്തമറിയ സമാജത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി അറിയിക്കും. പ്രാർത്ഥനയോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി, എല്ലാ പ്രാർത്ഥനയോഗത്തിൻ്റെ സെക്രട്ടറിമാരോടുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി അവരെല്ലാ പ്രാർത്ഥനയുടെ ക്രമീകരണങ്ങൾ ചെയ്യുന്നു. എല്ലാ പ്രാർത്ഥനയോഗത്തിൻ്റെ സെക്രട്ടറിമാരെയും പേരെടുത്ത് പറഞ്ഞ് പ്രത്യേകമായ നന്ദി അറിയിക്കട്ടെ. ഇടവകയിലെ ഗായക സംഘം, എനിക്ക് ദേവാലയത്തിൽ നിന്ന് പോകുമ്പോൾ ഏറ്റവും വലിയ ഒരു സങ്കടം ഈ ആരാധനയുടെ അനുഭവമാണ്. അതിലൊരു വലിയ ഭാഗവാക്കാണ് നമ്മുടെ ഗായക സംഘം. അതിന് നേതൃത്വം കൊടുക്കുന്ന സാം അവറുകൾ, അത് നിങ്ങൾ പലരും വിസ്മരിച്ചു പോകുന്നുണ്ടോയെന്ന് എനിക്കറിയാം. അദ്ദേഹം ഈ ദേവാലയത്തിൽ, ഈ അടവാംഗമല്ല, സെൻറ്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തിലെ അംഗമാണ്. എല്ലാ ദിവസവും ഞായറാഴ്ച അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിന് പറ്റുന്ന എല്ലാ ഞായറാഴ്ച. ഈ ദേവാലയത്തിൽ ഈ ഗായക സംഘത്തിന് നേതൃത്വം കൊടുത്തിട്ട് 21 വർഷമാണ്. 20ാം വർഷത്തിൽ ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു ചെറിയ ഉപഹാരം അദ്ദേഹത്തിന് കൊടുക്കാൻ ഗായക സംഘാംഗങ്ങളൊക്കെ തീരുമാനിച്ചു. ഞങ്ങളതിനെ ക്രമപ്പെടുത്തി. അദ്ദേഹം അത് വളരെ നിശ്ചിതമായിട്ട്, ഞാൻ അച്ഛൻ പേര് വിളിച്ചാൽ വരില്ല, സ്വീകരിക്കില്ല, സ്നേഹം മാത്രം മതി എന്ന് പറയും. പ്രത്യേകിച്ച് സാം അവറുകളോട്, അദ്ദേഹത്തിൻ്റെ പള്ളിയിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ ഷമ്മാശനായിരിക്കുമ്പോഴും വൈദികനായിരിക്കുമ്പോഴും എൻ്റെ വിവാഹത്തിനുമെല്ലാം ആരാധനയുടെ ഭാഗവാക്കായ വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് സാം അവറുകളോടും അവിടെ നിന്ന് തുടങ്ങി കൊച്ചുമാൻചാൻ തുടങ്ങി എല്ലാവരും പേരെടുത്ത് പറയുന്നില്ലേ, ഈ പുതുതായി ഗായക സംഘത്തിൻ്റെ ഭാഗമായ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിൻ്റെ കാര്യം നമ്മുടെ ജിജി പണിക്കർ, ഞാൻ വരുമ്പോൾ റിനി കൊച്ചമ്മയാണ് അതിൻ്റെ ഹെഡ് മിസ്സസ്. രണ്ടുപേരും നമ്മുടെ സൺഡേ സ്കൂളിനെ ആത്മാർത്ഥമായി അതിന് നേതൃത്വം കൊടുക്കുന്നു.
അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകരും 100% ആത്മാർത്ഥതയോടെ അതിൽ ഭാഗവാക്കാവുന്നു. സൺഡേ സ്കൂളിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ യുവജന പ്രസ്ഥാനം MGOCism അത് ശക്തമല്ലെങ്കിലും അതുണ്ട്. പ്രത്യേകാൽ ചില സാങ്കേതികമായ പ്രശ്നങ്ങളും സാങ്കേതികമായ വൈഷമ്യങ്ങളും കൊണ്ടൊക്കെ ആക്റ്റീവ് അല്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ആ കാര്യത്തിൽ ആക്റ്റീവാണ്. വരും നാളുകളിൽ ആക്റ്റീവ് ആവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ കരോൾ ഇറങ്ങുന്നത് സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നതിൽ ചില വാസ്തവങ്ങളുണ്ട്. കരോൾ ഇറങ്ങുമ്പോൾ നേരത്തെ രീതി അനുസരിച്ച് യുവജന പ്രസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത്. എന്നാൽ സൺഡേ സ്കൂളും യുവജന പ്രസ്ഥാനവും 50% വീതം നമ്മൾ തുല്യമായി ഭാഗിക്കുകയായിരുന്നു. യുവജന പ്രസ്ഥാനങ്ങൾ കൂടുതൽ ഇറങ്ങേണ്ടതുകൊണ്ട് അവർക്ക് 70%വും സൺഡേ സ്കൂളിന് 30% വേണം എന്നൊരു അപേക്ഷ അഡ്വൈസറി ബോർഡിന് നൽകി. അഡ്വൈസറി ബോർഡ്, ഞാനല്ല, തിരുമേനി മാത്രമല്ല, അഡ്വൈസറി ബോർഡ് ഒന്നടങ്കം പറഞ്ഞു 50% ആണെങ്കിൽ ഇറങ്ങിയാൽ മതി. അതിൽ ഞാൻ കുറ്റക്കാരനല്ല, ആരും പ്രത്യേകിച്ച് കുറ്റക്കാരല്ല. അന്ന് യുവജന പ്രസ്ഥാനത്തിൻ്റെ ട്രസ്റ്റിയും സെക്രട്ടറിയും രാജിവെച്ചു. ഞാൻ അവരോട് സംസാരിച്ചു. ഞാൻ രാജി സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. എങ്കിലും വളരെ ആത്മാർത്ഥതയോടെ അവർ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. യുവജന പ്രസ്ഥാനത്തിൻ്റെ താൽക്കാലിക ചുമതലകൾ യോഹാനെയും നവീനെയും അത് വൈസ് പ്രസിഡൻ്റായി അനൂപിൻ്റെ നേതൃത്വത്തിൽ വളരെ ശാന്തമായിട്ടാണെങ്കിലും അത് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് MGOCisത്തിൻ്റെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. നമ്മുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. എപ്പോഴും ഇവിടുത്തെ ഓരോ കാര്യവും അവരറിയുകയും ആവശ്യമായ പ്രാർത്ഥനകളും സഹായവും നൽകുന്ന ധാരാളം ആളുകൾ. എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ ഇത്രയും നാൾ എവിടെ പ്രസംഗിക്കാൻ പോകുമ്പോഴും എൻ്റെ അഡ്രസ്സ് വികാരി ബദേൽ മാർ ഗ്രിഗോറിയോസ് അരമനപ്പള്ളി, ഇതായിരുന്നു എൻ്റെ അഡ്രസ്സ്. ഈ അഡ്രസ്സ് തൽക്കാലത്തേക്ക് പുതിയ അച്ഛന് കൈമാറുക. ഇനിയിപ്പം വികാരി ബദേൽ അരമന എന്ന് പറയാൻ പറ്റത്തില്ല. കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമായി ധാരാളം പള്ളികളിൽ പോകുമ്പോൾ എനിക്ക് അഭിമാനമായിരുന്നു ബദേൽ പള്ളിയുടെ വികാരി എന്നുള്ളത്. പ്രത്യേകിച്ച് ആ സന്ദർഭങ്ങളിലൊക്കെ എവിടെ ചെല്ലുമ്പോഴും അച്ഛനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന കുറച്ച് പേരുണ്ട്. അതിന് കാരണം ഈ ജിതിനും FOS മീഡിയ. നമ്മുടെ അഡ്വൈസറി ബോർഡ് അംഗങ്ങളുടെ തീരുമാനപ്രകാരം പ്രധാന ദിവസങ്ങളിൽ മാത്രമേ ലൈവ് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് അത് ചെയ്യാറുള്ളെങ്കിലും ഇടയ്ക്ക് നിർത്തിയപ്പോൾ നമ്മുടെ പ്രായമായ അമ്മച്ചിമാരുൾപ്പെടെ നമ്മുടെ ഗൾഫിലുള്ള ജോലി ചെയ്യുന്നവരുൾപ്പെടെ എല്ലാവരും എന്നെ വിളിച്ചു. വല്ലപ്പോഴും ബദേൽ പള്ളിയുടെ ത്രോണോസും ഇവിടുത്തെ കുർബാനയും കാണാൻ കിട്ടുന്ന അവസരമാണ്. അത് മുടക്കരുത് എന്ന് പറഞ്ഞു. അത് ആ രീതിയിൽ തുടർന്നു വരുന്നു. പ്രത്യേകിച്ച് ജിതിനോടും FOS മീഡിയയോടുള്ള നന്ദി അറിയിക്കും. എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ വേളയിൽ ഇത്രയധികം അപേക്ഷകൾ സഭാകേന്ദ്രത്തിലും ഭദ്രാസന കേന്ദ്രത്തിലും മറ്റ് ദേവാലയങ്ങളിലും സമർപ്പിച്ചൊരു കാലഘട്ടമില്ല. നിങ്ങൾ കാണുന്ന പുറമേ കാണുന്ന ബദേൽ പള്ളിയുടെ ചരിത്രമല്ല ഉള്ളിൽ എന്നുള്ളത് എന്നോടൊപ്പമുള്ള ചിലർക്കെങ്കിലും അറിയാം. ഇവിടെ നല്ല വസ്ത്രവും നല്ല ചിരിച്ച മുഖവുമായിട്ടൊക്കെ ഇരിക്കുന്ന ധാരാളം ആളുകൾ വളരെയധികം കുടുംബപരമായി വ്യക്തിപരമായി മക്കളെപ്പറ്റിയുള്ള സാമ്പത്തിക പ്രതിസന്ധികളിൽ ധാരാളം പ്രതിസന്ധികളിലും നൊമ്പരങ്ങളിലും വേദനകളിലും ഇരിക്കുന്ന മക്കളാണ് എൻ്റെ മുമ്പിലുള്ളവർ. ആ അനുഭവത്തിൽ ദൈവസന്നിധിയിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിയുന്നവർക്കൊക്കെ സഹായങ്ങളായി തീരുവാനും ഈ കഴിഞ്ഞ 3 വർഷം കഴിഞ്ഞു എന്നുള്ളതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രത്യേകമായി എന്നെപ്പറ്റി എപ്പോഴും പറയുന്ന ഒരാൾ എന്നോട് നേരിട്ട് ചോദിച്ചു, അച്ഛന് എപ്പം നോക്കിയാലും ഒരാൾ കൂടെ കാണുമല്ലോ,
എപ്പോഴും അദ്ദേഹത്തോട് സംസാരിക്കുന്ന എന്താ, അച്ഛന് ദോഷം ചെയ്യും എന്ന് പറഞ്ഞവരുമുണ്ട്. ആ വ്യക്തി ആരാണെന്നുള്ളത് നിങ്ങൾക്കറിയാം, നമ്മുടെ തമ്പിച്ചാന്. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഈ ദേവാലയത്തിൽ ഒരു ഫാൻ കേടായാൽ എന്നോടാരും വന്ന് പറയാറില്ല. നിങ്ങൾ ആരോടാണ് പറയാറുള്ളത്? കുർബാനയ്ക്ക് മണി അടിച്ചില്ലെങ്കിൽ എല്ലാവരും തിരിഞ്ഞു നോക്കുന്നത് തമ്പിച്ചാൻ. ഒരു മരണം വന്ന് ആദ്യം തമ്പിച്ചാനെ വിളിച്ചു പറഞ്ഞ് കല്ലറയുടെ നമ്പരും പറഞ്ഞിട്ട് എന്നെ വിളിക്കാറുള്ളൂ. പലരും കറണ്ട് പോയാലും തമ്പിച്ചാനോട് പറയും. തമ്പിച്ചാൻ ഈ വിഷയങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട്. ഇവിടെ ഒരു ബൾബ് ഫീസായി കിടന്നാൽ പോലും ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മൂന്നാമതൊരാൾ അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല ഇതുവരെ. അത് തമ്പിച്ചാനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളൂ. തമ്പിച്ചാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഈ ദേവാലയത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് 100% അത് പൂർത്തീകരിക്കാൻ തക്കവണ്ണം ഞാൻ കൂടെ നിന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു ദേവാലയത്തിൻ്റെ ട്രസ്റ്റി ആണെങ്കിൽ അച്ഛന് കൂടുതൽ സംസാരിക്കേണ്ടി വരും. ദേവാലയത്തിൻ്റെ ആത്മീയ പ്രവർത്തനങ്ങൾ കൂടെ നിൽക്കുന്നവരോട് കൂടുതൽ സംസാരിക്കേണ്ടി വരും. എന്നിട്ട് അവരോട് കൂടുതൽ സ്നേഹം അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഈ ദേവാലയത്തിലെ എല്ലാ ഭവനങ്ങളും ഒരുപോലെ. ഇവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സമർപ്പിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. പക്ഷെങ്കിൽ ദേവാലയത്തിൻ്റെ ദൈനംദിന ക്രമീകരണങ്ങളിൽ ചിലരോട് കൂടുതൽ സംസാരിക്കേണ്ടി വരും, ഇടപെടേണ്ടി വരും. ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട തമ്പിച്ചാൻ ഉൾപ്പെടെ ഈ ഓഫീസുമായി ബന്ധപ്പെട്ട അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാ പ്രിയപ്പെട്ടവരും ഈ അവസാന നിമിഷം വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് ദേവാലയത്തിൻ്റെ പൊതുവായിട്ടുള്ള നന്മയ്ക്ക് അവരെൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. എല്ലാ കൈത്താങ്ങലുകൾക്കും നന്ദി പറയാം. ഞാൻ ഇവിടെ നിന്ന് പോകുന്നു എന്ന കൽപ്പന വായിച്ചപ്പം തൊട്ട് ധാരാളം ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി ഭവനങ്ങളിൽ വിളിച്ചു. കുറേയൊക്കെ പോയി, കുറേയൊക്കെ പെൻഡിങ്ങാണ്. നിങ്ങളുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു. അത് വാക്കുകൊണ്ടോ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ വാക്കുകൊണ്ടോ ഭക്ഷണം കൊണ്ടോ അവസാനിക്കുന്നതല്ലല്ലോ. പ്രാർത്ഥന കൊണ്ട് മനസ്സിൽ സൂക്ഷിക്കാൻ. ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കാൻ ഈ കഴിഞ്ഞ നാളുകളിൽ ശ്രമിച്ചിട്ടില്ല. പക്ഷെങ്കിൽ വികാരി എന്ന സ്ഥാനം കൊണ്ട് ചിലപ്പോൾ ചിലരോട് ചില കാര്യങ്ങൾക്ക് നോ എന്ന് പറയേണ്ടി വന്നിട്ടുണ്ടാവാം. അത് എൻ്റെ ചുമതലയുടെ ഭാഗമാണ്. വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയെങ്കിലും ദുഃഖിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മദ്ബായുടെ മുമ്പിൽ നിന്ന് പ്രത്യേകമായിട്ട് ഞാൻ വീണ്ടും ക്ഷമ ചോദിക്കുന്നു. അത് ഉപേക്ഷിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക. പുതിയ അച്ഛൻ 18-ാം തീയതി ബുധനാഴ്ച മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പായി 4 മണിയോടുകൂടി കടന്നു വരും എന്നാണ് അറിയിച്ചേക്കാം. അതിനു മുമ്പ് എനിക്ക് ഇവിടെ നിന്ന് ഞാൻ 2:45 സെൻറ്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തിലേക്ക് പോകും. 3 മണിക്ക് അവിടെ ചുമതല ഏറ്റതിന് ശേഷമാണ് എനിക്കിവിടെ വന്ന് അച്ഛനെ സ്വീകരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അവിടെയും മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്, ഇവിടെയും മധ്യസ്ഥ പ്രാർത്ഥനയുള്ളതുകൊണ്ട് അതുകൊണ്ട് ഈ പുതിയ അച്ഛനെ സ്വീകരിക്കാൻ തക്കവണ്ണം കഴിവുള്ളിടത്തോളം ആളുകൾ അവർ നിങ്ങളുടെ സമയവും സാഹചര്യവും അനുവദിക്കണം. പ്രത്യേകിച്ച് അഡ്വൈസറി ബോർഡ് അംഗങ്ങളും ആത്മീയ സംഘടന അംഗങ്ങളും അതിൻ്റെ ചുമതല വഹിക്കുന്നവരും അതിൽ വന്ന് സംബന്ധിക്കണം. ബാക്കിയുള്ള ആളുകൾ കഴിയുന്ന സാഹചര്യമുണ്ടെങ്കിൽ വന്ന് വൈദികനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയാകണം എന്നുള്ളത് സ്നേഹത്തോടെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ നൽകിയ എല്ലാ രീതിയിലും നിങ്ങൾ നൽകിയ എല്ലാ പ്രാർത്ഥനാ സഹായങ്ങൾക്ക്, വാക്കുകൾക്ക്, സഹായങ്ങൾക്ക് ഈ ദേവാലയത്തിൽ എനിക്ക് എന്നും ഓർക്കുന്നുണ്ട്. നമ്മുടെ അമ്മച്ചി പറയും, പ്രത്യേകിച്ച് ഞാനെപ്പോഴും അമ്മച്ചിയെ ഓർക്കും. അമ്മച്ചി എപ്പം ഭവന സന്ദർശനത്തിൽ ചെന്നാലും അവിടെ കോംപ്ലാൻ അല്ലെങ്കിൽ ഹോർലിക്സ് ഉണ്ട്. അമ്മച്ചി കുടിപ്പിച്ചേ വിടാറുള്ളൂ. നമ്മുടെ കരുവെല്ലാം അമ്മച്ചി കുടിപ്പിച്ചു. അപ്പം അമ്മച്ചി പറയും, അച്ഛാ ഇതൊന്നും അച്ഛന് വ്യക്തിപരമായി തരുന്നതാണെന്ന് വിചാരിക്കണ്ട. പിന്നെന്താ, പരുമല തിരുമേനിയെ ഓർത്ത് ഈ ദേവാലയത്തെ ഓർത്ത് തരിക. അമ്മച്ചി ഞാനും കുടിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പറയാം കേട്ടോ. അത് അർത്ഥവത്താണ്.
വളരെ സന്തോഷത്തോടു കൂടിയാണ്. ഈ കഴിഞ്ഞ വർഷവും ഈ നിമിഷം വരെ നിങ്ങൾ തന്നതെല്ലാം ഈ ദേവാലയത്തിൻ്റെ വികാരി എന്ന നിലയിലാണ്. അതെല്ലാം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. പകരം പ്രാർത്ഥനകൾ മാത്രമേ നൽകാനുള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ സമയം കിട്ടുമ്പോഴൊക്കെ എന്നെയും ഓർക്കണം എന്ന് മാത്രം ആവശ്യപ്പെടുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും, എല്ലാ പ്രാർത്ഥനകൾക്കും, എല്ലാ കൈത്താങ്ങലുകൾക്കും വീണ്ടും വീണ്ടും 1000 നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. എൻ്റെ 2 അധ്യാപകർ ഇവിടെ ഉണ്ട്. ഒന്ന് എലിസബത്ത് ടീച്ചറും ഒന്ന് ലീലാമ ടീച്ചറും. അവർ എപ്പോഴും ആ സ്നേഹവാത്സല്യം എന്നോട് കാണിച്ചിട്ടുണ്ട്. വീണ്ടും അവരെ ഓർക്കുന്നു. നമ്മുടെ ദേവാലയത്തിൻ്റെ സ്റ്റാഫായ പ്രത്യേകിച്ച് പ്രശോഭൻ ബായി, പ്രസന്നം ബായി, ശാന്ത അവർ, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന അരുൺ ഉൾപ്പെടെ എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അടുത്ത ബുധനാഴ്ച 18-ാം തീയതി 2:30 അച്ഛൻ പുതിയ ദേവാലയത്തിൽ സെൻറ്റ് ഇഗ്നേഷ്യസ് കത്തീഡ്രൽ ദേവാലയത്തിൽ ചാർജ് എടുക്കുന്നത്. സോ ആ ചടങ്ങിലേക്ക് നമ്മുടെ പള്ളിയിൽ നിന്ന് കഴിവുള്ളിടത്തോളം ആളുകൾ സംബന്ധിക്കണമെന്ന് അറിയിക്കുന്നു. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.